കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികൾ എല്ലാം തന്നെ കേരളം അതിൻ്റെ ക്രെഡിറ്റ് അടിച്ച് മാറ്റാൻ ശ്രമിക്കുകയാണെന്ന് തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത സർക്കാരാണ് പിണറായിയുടേതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അദ്ദേഹം പങ്കെടുത്ത ഒരു പരിപാടിയിൽ കോൺഗ്രസ് നേതാവ് തങ്കമണി ദിവാകരൻ അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു. BJP അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നും അക്കമിട്ട് നിർത്തിക്കൊണ്ടാണ് പിണറായി സർക്കാരിനും കോൺഗ്രസിനും രാജീവ് ചന്ദ്രശേഖർ മറുപടി പറഞ്ഞത്. പകരം വയ്ക്കാനില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദി മലയാളികൾക്കായി നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം ജില്ലയിലെ നിരവധി പേർക്കാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ വീടൊരുങ്ങിയത്. എന്നാൽ അത്തരം കേന്ദ്ര പദ്ധതികളുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനാണ് സർക്കാരും CPM സംശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇവിടെ എല്ലാവർക്കും അറിയാലോ, ഈ മത്സരം തുടങ്ങിയ സമയത്ത് ഞാനൊരു പുരോഗതിയും വികസനത്തിൻ്റെ ഒരു നെറേറ്റീവും തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇവിടെ ഒരു മാറ്റം വരുമ്പോൾ അത് പറയുമ്പോൾ പെട്ടെന്ന് ഇവിടുത്തെ ഇൻകംബന്റ് MPയും പണ്ടുള്ള MPയും നമ്മുടെ നരേന്ദ്രമോദി ചെയ്ത എല്ലാ പ്രോജക്റ്റിൻ്റെ ക്രെഡിറ്റ് എടുക്കാനും, ഞാനില്ലെങ്കിൽ ഈ ഹൈവേ ബൈപ്പാസ് വരില്ല, ഞാൻ ഉണ്ടെങ്കിൽ ഇത് വരില്ല, അങ്ങനെയാണ് അവരുടെ ഒരു ക്രെഡിറ്റ് എടുക്കുന്ന ഒരു സംവിധാനം. തെറ്റായ സാമ്പത്തിക നയങ്ങളിലൂടെ ഇടത് സർക്കാർ കേരളത്തെ കുട്ടിച്ചോറാക്കിയപ്പോൾ അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും പ്രതികരിക്കാൻ തിരുവനന്തപുരത്തെ MP തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. 10-15 കൊല്ലമായിട്ട് ഇൻകംപ്ലീറ്റ് വീട് സംസ്ഥാന സർക്കാരിന്റെ സ്കീമിൽ നിന്ന് 1.5 ലക്ഷത്തിന്റെ വീടുണ്ടാക്കുന്ന ഒരു പദ്ധതിയിൽ നിന്ന് 60,000-70,000 കാശ് കിട്ടി പണി ഇങ്ങനെ ഇൻകംപ്ലീറ്റ് ആയ വീടുകൾ എത്രയോ കണ്ടത്. വീടില് റൂഫില്ല, വോളില്ല, ഇൻകംപ്ലീറ്റ് ആണ്, വള്ളമില്ല, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ല. 10 കൊല്ലം 15 കൊല്ലമായിട്ട് ഇത് നടക്കുന്ന ഒരു ഇഷ്യൂ. അതിനെപ്പറ്റി ആർക്കും ഒന്നും പറയാനില്ല. ഇവിടുത്തെ MPക്ക് പറയാനില്ല, ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് പറയാനില്ല. പിണറായി സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾക്ക് സുപ്രീം കോടതിയിൽ നിന്ന് പോലും വിമർശനങ്ങൾ നേരിടേണ്ട സാഹചര്യമുണ്ടായി. സാധാരണക്കാരുടെ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത സർക്കാരായി പിണറായി സർക്കാർ അധപ്പതിച്ചെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളുമായി സംസാരിക്കവെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ചടങ്ങിൽ കോൺഗ്രസ് നേതാവും ഇടതു സഹയാത്രികനായ സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ സഹോദരിയുമായ തങ്കമണി ദിവാകരൻ BJPയിൽ അംഗത്വം സ്വീകരിച്ചു. മന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഷാളണിച്ചാണ് BJPയിൽ അംഗത്വം നൽകിയത്. കോൺഗ്രസിൽ താൻ നേരിട്ടത് കടുത്ത അവഗണനയാണെന്നും നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളാണ് തന്നെ BJPയിലേക്ക് അടുപ്പിച്ചതെന്നും തങ്കമണി ദിവാകരൻ പറഞ്ഞു. 27 വയസ്സ് മുതൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചു വരികയാണ്. പക്ഷേ എനിക്ക് അവിടെ നിന്നുണ്ടായ അവഗണനയും, എനിക്ക് മാത്രമല്ല പല സ്ത്രീകൾക്കും അവിടെ നിന്നുണ്ടായ അവഗണനയും, അതുപോലെ തന്നെ സ്ത്രീകളെ ബഹുമാനിക്കുവാൻ കോൺഗ്രസ് ഇന്ന് കാണിക്കുന്ന വിമുഖതയുമാണ് എനിക്കിതിൽ അംഗത്വം എടുക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. SDPIയുടെ പിന്തുണ കോൺഗ്രസിന് ലഭിച്ച നടപടിയെ BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് വിമർശിച്ചു. SDPI പിന്തുണ കൊടുക്കുന്നതിന് വളരെ വലിയ വിലയാണ് ആ പിന്തുണ സ്വീകരിച്ചവരൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഇടതുവലത് മുന്നണികളുടെ ഇരട്ടത്താപ്പ് തിരുവനന്തപുരത്തെ സമ്മതിദായകർ തിരിച്ചറിഞ്ഞുവെന്നും നരേന്ദ്രമോദിയുടെ വികസനങ്ങൾ അനന്തപുരി നിവാസികൾ ഏറ്റെടുക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പ്രത്യാശ പ്രകടിപ്പിച്ചു. ജനം, തിരുവനന്തപുരം.